വിജയത്തിൻ്റെ തേർതെളിച്ച് തൃശ്ശൂരിൻ്റെ മണ്ണിലേക്ക് സുരേഷ് ഗോപി എത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ വൻ സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ സാക്ഷ്യപത്രം വാങ്ങാനാണ് തിരുവനന്തപുരത്ത് നിന്നും തൃശ്ശൂർ കളക്ട്രേറ്റിലേക്ക് അദ്ദേഹം എത്തിയത്. വാഹനത്തിൽ സുരേഷ് ഗോപി വന്നിറങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇന്നലെ അദ്ദേഹം തിരുവനന്തപുരത്തെ വസതിയിലായിരുന്നു. പിന്നീട് അവിടെ നിന്നും ഇന്ന് ഉച്ചയോടെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വിമാനമാർഗത്തിൽ അദ്ദേഹം എത്തിയത്. പിന്നീട് അദ്ദേഹം വിശ്രമത്തിനു ശേഷം തൃശ്ശൂർ കളക്ട്രേറ്റിലെത്തുകയായിരുന്നു. തൃശ്ശൂർ കളക്ട്രേറ്റിലെത്തിയതിനു ശേഷം അദ്ദേഹത്തിന് സാക്ഷ്യപത്രം വാങ്ങുന്നതിനായാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. തുടർന്നാണ് വലിയ സ്വീകരണ പരിപാടി ഒരുക്കിയിരിക്കുന്നത്. BJP നേതാക്കളായ MT രമേശ് അടക്കമുള്ള ആളുകളാണ് അദ്ദേഹത്തിനെ സ്വീകരിക്കുന്നതിനായി തൃശ്ശൂർ കളക്ട്രേറ്റിൽ എത്തിയിരിക്കുന്നത്. നൂറുകണക്കിന് പ്രവർത്തകരും അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. വാഹനത്തിൽ നിന്നും ഇറങ്ങിയ സുരേഷ് ഗോപിയെ പ്രവർത്തകർ ചേർന്ന് സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. തലപ്പാവും കാവിഷാളും താമരപ്പൂവും ഒക്കെ നൽകിയാണ് അദ്ദേഹത്തിനെ ഇപ്പോൾ സ്വീകരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അദ്ദേഹം ഇന്നലെ തിരുവനന്തപുരത്തായിരുന്ന സുരേഷ് ഗോപി ഇന്ന് ഉച്ചയോടെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത്. അവിടെ നിന്നും പ്രവർത്തകർ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ തൃശ്ശൂരിലെത്തുകയായിരുന്നു. വിജയത്തിന് ശേഷം അദ്ദേഹം തൃശ്ശൂരിൻ്റെ മണ്ണിലേക്ക് ഇപ്പോൾ ആദ്യമായി എത്തിയിരിക്കുകയാണ്. വലിയ സ്വീകരണ പരിപാടികളാണ് BJP നേതൃത്വം ഇവിടെ നടത്തുന്നത്. തൃശ്ശൂർ നഗരം ചുറ്റിയുള്ള ആഘോഷ പ്രകടനങ്ങളാണ് നടക്കുന്നത്. നന്ദി അറിയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ പ്രകടനത്തിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പ് കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ സുരേഷ് ഗോപിയെ നിരവധി ആളുകൾ, നൂറുകണക്കിന് പ്രവർത്തകർ അദ്ദേഹത്തിനെ അഭിവാദ്യം ചെയ്യുകയാണ്. തൃശ്ശൂർ കളക്ട്രേറ്റിൽ NGO അസോസിയേഷൻ ഭാരവാഹികളൊക്കെ അദ്ദേഹത്തിനെ ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. മാധ്യമങ്ങൾ അദ്ദേഹത്തിനെ കാണുന്നതിനായി മാധ്യമങ്ങളുടെ നീണ്ട നിര അവിടെയുണ്ട്. അത്തരത്തിൽ വലിയ തിരക്കാണ് ഇപ്പോൾ തൃശ്ശൂർ കളക്ട്രേറ്റിൽ. നൂറുകണക്കിന് ആളുകളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം കളക്ടറുടെ ചേംബറിലേക്ക് പോകുന്നതിനായി തയ്യാറെടുക്കുകയാണ്. കുറേ നേരമായി നിരവധി ആളുകൾ അദ്ദേഹത്തിനെ കാത്ത് കളക്ട്രേറ്റിന് വാതിൽക്കൽ നിൽക്കുകയായിരുന്നു. പിന്നീട് അദ്ദേഹം വാഹനത്തിലെത്തുന്നു. കളക്ട്രേറ്റിലേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ MT രമേശിൻ്റെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തിൻ്റെ സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാന നേതാക്കളുണ്ട്. തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് കൂടിയായ KK അനീഷ് കുമാറുണ്ട്. അത്തരത്തിൽ നിരവധി പ്രവർത്തകരുടെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം തൃശ്ശൂർ ജില്ലാ കളക്ടർ കൃഷ്ണ തേജ IASൻ്റെ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് വരുന്നത്. അവിടെ നിന്നും അദ്ദേഹം വിജയത്തിൻ്റെ സാക്ഷ്യപത്രം അദ്ദേഹം വാങ്ങുകയാണ്. അത് വളരെ ആദരപൂർവ്വം ജില്ലാ കളക്ടറിൽ നിന്നും സുരേഷ് ഗോപി വാങ്ങുകയാണ്. അത് വാങ്ങിയാണ് പിന്നീടാണ് ജനങ്ങൾക്കിടയിലേക്ക് ജനങ്ങളെ നന്ദി പറയുന്നതിന് വേണ്ടി തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച തൃശ്ശൂരിലെ ആളുകളെ നന്ദി പറയുന്നതിന് വേണ്ടി അദ്ദേഹം ഇറങ്ങുന്നത്. നിരവധി ആളുകൾ അദ്ദേഹത്തിനെ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി നിൽപ്പുണ്ട്. അത്തരത്തിൽ വലിയ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് അദ്ദേഹത്തിന് സ്വീകരണ പരിപാടികൾ ഒരുക്കിയിരിക്കുന്നത്. ഏകദേശം 25,000-ഓളം പ്രവർത്തകരെ അണിനിരത്തിയുള്ള ഒരു റോഡ് ഷോയാണ് ഈ പ്ലാൻ ചെയ്തിരിക്കുന്നത് BJP നേതൃത്വം. NDA ഘടകകക്ഷികളായ NDA ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. നിരവധി ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. തൃശ്ശൂർ നഗരത്തെ ശരിക്കും ഒരു ആവേശത്തിൻ്റെ പൂര ലഹരിയിലാക്കുന്ന തരത്തിലുള്ള ഒരു സ്വീകരണ പരിപാടിയാണ് സമയത്തിന് ശേഷം നടക്കുന്നത്. അത്തരത്തിൽ ആവേശത്തോടെയാണ് ഈ സുരേഷ് ഗോപിയുടെ വിജയം അത് അവർ കാണുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിന്നും BJP ആദ്യ അക്കൗണ്ട് തുറന്ന് അത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ്. അത് സുരേഷ് ഗോപി വഴിയാണ്. അതിൻ്റെ ഒരു ആഹ്ലാദം കേരളത്തിലെമ്പാടും ഉണ്ട്. ഇപ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് അദ്ദേഹം ഈ തൃശ്ശൂരിൽ നിന്നും കേരളത്തിലെ ഒരു കേന്ദ്രമന്ത്രി കൂടി ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയാണ് അദ്ദേഹത്തിനെ ഇപ്പോൾ എല്ലാവരും കാണുന്നത്. അത്തരത്തിലുള്ള അഭിപ്രായങ്ങളും ചർച്ചകളും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും സുരേഷ് ഗോപി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. മാധ്യമങ്ങളുമായി അദ്ദേഹത്തിൻ്റെ അവരുമെല്ലാം ഇവിടുത്തെ ജനങ്ങളുടെ ഭാഗമാണ്, വോട്ടേഴ്സിൻ്റെ ഭാഗമാണ്. അവരുടെ എല്ലാം തൃപ്തിയിലേക്ക് എൻ്റെ ഉത്തരവാദിത്വം അത് ഭാരമാണെങ്കിൽ അത് അവരുടെ തൃപ്തിയിലേക്ക് ഇറക്കി വയ്ക്കാൻ സാധിക്കണം. അതിന് ജഗദീശ്വരൻ്റെ വലിയ അനുഗ്രഹം ഉണ്ടാവണം, ഇതിലും വലിയ അനുഗ്രഹം ഉണ്ടാവണം എന്ന്
പോലും ഇവിടുത്തെ ചിന്തകളും ഇവിടത്തേക്ക് വേണ്ടുന്ന മുന്നോട്ടുള്ള കുതിപ്പല്ലെങ്കിൽ പോലും ഒരു 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 മൂവ്മെന്റിനുള്ള എല്ലാ ചിന്താശക്തിയും പ്രവർത്തന ശക്തിയും ആ പ്രവർത്തന ശക്തിയുടെ പേരിൽ ഒരു വലിയ പ്രവർത്തന മികവ് ഇതെല്ലാം എനിക്ക് 5 വർഷത്തിനുള്ളിൽ ജനങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി നിർവഹിക്കാൻ സാധിക്കും. വീട്ടമ്മമാരുടെ വോട്ടാണ് ഗുണമായതെന്ന് പറയുന്നുണ്ട്. കേന്ദ്രമന്ത്രി എന്നായിരുന്നു. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? ഞാൻ അന്നും പറഞ്ഞില്ലേ, ഇതൊക്കെ ജെയ്സണൊക്കെ കേട്ടതല്ലേ, നിങ്ങൾ കേട്ടില്ലേ? അല്ല, ഡൽഹിയിലേക്ക് പോകുമെന്നൊക്കെ പറയുന്നു. എല്ലാം കേട്ടതല്ലേ? എന്താ ഞാൻ പറഞ്ഞത്? തൃശ്ശൂർ ഒരു കേന്ദ്രമന്ത്രി കിട്ടുമോ? സാങ്കേതികത പരിശോധിച്ച് അതിൻ്റെ ഫീസിബിലിറ്റി ഇതെല്ലാം പഠിക്കണം. അത് അവർ പഠിക്കണം. നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമായാൽ നമ്മൾ സ്വപ്നം കാണുന്ന ഒരു വളർച്ച അതുവഴി നമുക്ക് ഒരു FDI വന്നു കഴിഞ്ഞാൽ, അതല്ലാതെ തന്നെ ഇവിടെ ഓൺടർപ്രണർഷിപ്പ് പ്രോഗ്രാംസിനൊക്കെ എങ്ങനെയാണ് ഒരു ബിസിനസ് ഫീസിബിലിറ്റിയിലേക്ക്, ഒരു ഫ്ലറിഷിംഗ് ഫീസിബിലിറ്റിയിലേക്ക് ഒരു ഭയങ്കര ഡിവൈൻ ലോജിസ്റ്റിക്സ് വന്ന് ചേരാൻ തോന്നുന്നു എന്ന് പറയുന്ന ടെക്നിക്കൽ സ്റ്റഡി അവർ നടത്തി അത് ഫീസിബിൾ ആണെങ്കിലാണ് അവർ അതിന് വേണ്ടിയിട്ട് നടപ്പിലാക്കുകയും ചെയ്യും. വീട്ടമ്മമാരുടെ വോട്ടാണ് നമുക്ക് ഗുണമായതെന്ന് പറയുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേക വീട്ടമ്മമാര്, ചെറുപ്പക്കാർ, ആ വീട്ടമ്മമാരുടെ ഇംഗിതം അറിഞ്ഞ് അവരുടെ കെട്ടിയവന്മാര്, അല്ലേ, അപ്പന്മാര്, എല്ലാവരും സർക്കാർ വിരുദ്ധ വികാരം വോട്ടായി മാറിയിട്ടുണ്ട്. അതൊന്നും ഞാൻ പറയുന്നു. കിട്ടാത്ത ആളുകൾ ഒത്തിരി പേര്, അത് നമ്മളെ പോലുള്ള ഒരാള് 5 പേരുടെ കാര്യം ഏറ്റെടുത്താൽ ഇതിന് സൊല്യൂഷനാണ്. അതുകൊണ്ട് നമ്മൾ സർക്കാരിന് ആശ്വാസം കൊടുക്കുകയൊന്നുമല്ല, ആ സർക്കാരിൻ്റെ നടപടിയെ ജനങ്ങൾ ചോദ്യം ചെയ്തു കൊടുക്കും. ഞാനതല്ലേ ചെയ്ത്. തൃശ്ശൂർ സ്ഥിരതാമസം പോലെ തന്നെയായിരിക്കും. കാരണം ഞാൻ ഒരിക്കലും എൻ്റെ അപ്പനെന്തെങ്കിലും വന്നിട്ട് ഇറങ്ങത്തില്ല. അത് വേണമെന്നില്ല. ഈ ഏറ്റെടുത്ത സിനിമകളുണ്ടാവും. ഞാൻ ഇവിടെ തിരഞ്ഞെടുക്കപ്പെടാതെ ഇവിടുന്ന് എന്നെ എടുക്കാൻ അനുവദിക്കാതെ പറഞ്ഞ അയച്ചപ്പോൾ ഞാനിവിടെ എടുക്കാൻ വേണ്ടി അതിന്റെ കൂലിയായിപ്പോയി.